പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ ഇന്നൊരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും അധികം വെല്ലുവിളി നേരിടുന്നത് കുടുംബങ്ങൾക്കാണ്. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം കുടുംബമാണെന്ന് നമുക്കറിയാം. സഭയുടെ നിലനിൽപ്പ് കുടുംബത്തെ ആശ്രയിച്ചാണ്. രാജ്യത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും നിലനിൽപ്പ് കുടുംബത്തെ ആശ്രയിച്ചാണ്. കുടുംബമില്ലെങ്കിൽ ഈ ലോകത്തിന് നിലനിൽപ്പില്ല. കുടുംബമില്ലെങ്കിൽ സഭയില്ല. കുടുംബമില്ലെങ്കിൽ ഒന്നുമില്ല. സഹോദരങ്ങളെ, അത്രമാത്രം പ്രാധാന്യമുള്ള ദൈവ പദ്ധതിയാണ്, ദൈവിക സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് മറ്റെന്തിനേക്കാൾ ഉപരി ഇന്ന് പിശാച് കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, കുടുംബങ്ങളെ തകർക്കുവാൻ ഇന്ന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം തകർച്ചയുടെ വക്കിലായിരിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. ഒരുപാട് കുടുംബങ്ങൾ നാശത്തിലേക്ക് പോകുന്നു. ബന്ധങ്ങൾ തകർന്ന് ചില കുടുംബങ്ങളിൽ എല്ലാ ദിനവും വഴുക്കും, കലഹവും, ബഹളവും, അടിപിടിയും, കണ്ണുനീരും, കരയാതെ ഒരു രാത്രി പോലും ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ കടന്നു പോകുന്ന ഒത്തിരി കുടുംബം. മദ്യപാനം, മയക്കമരുന്ന്, അവിഹിത ബന്ധങ്ങൾ, കുടുംബജീവിതത്തിൽ അവിശ്വസ്തതകൾ, ചില പിടിവാശികൾ, മർക്കടമുഷ്ടികളൊക്കെ ഒരുപാട് കുടുംബ ബന്ധങ്ങളെ ഇന്ന് താറുമാറാക്കുന്നുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്റെ കുടുംബം ഏതവസ്ഥയിലാണെങ്കിലും നിന്റെ കുടുംബത്തെ പുനരുദ്ധരിക്കുവാൻ കർത്താവിന്റെ കൃപയ്ക്ക് കഴിയും. കർത്താവിന്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. ഈ ഒരു പ്രത്യാശയോടെ പരിശുദ്ധ വചനത്തിന്റെ മുൻപിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവമായിരിക്കാം. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 12-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ. ടൈം ഈസ് ഷോർട്ട്. ഈ സത്യം പിശാചിന് നല്ലതുപോലെ അറിയാം. ഇനി അധികം സമയമില്ല, കാലവിളംബമില്ല, സമയം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ പൂർവാധികം ശക്തി പ്രാപിച്ച് തൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അനേകം ആത്മാക്കളെ നാശത്തിലേക്ക് നയിക്കുന്നു. അതിനേക്കാൾ ഉപരി ഒത്തിരിയേറെ കുടുംബങ്ങൾ അവൻ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു, തകർത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രയോ കുടുംബങ്ങളിൽ നിന്ന് താറുമാറാകുന്നു. നിങ്ങൾ അടുത്തേക്ക് കുടുംബങ്ങളിലേക്ക് നിസാര കാര്യങ്ങളെ പ്രതിയാണ് കുടുംബത്തിൽ കലഹങ്ങളും അസ്വസ്ഥതകളും, അനേകം വിവാഹമോചനങ്ങൾ, നിസാര കാര്യങ്ങളെ പ്രതി ഒരു സോറി പറഞ്ഞ തീരുന്ന വിഷയമാണ് ഇന്ന് വിവാഹമോചനങ്ങളിലേക്ക് പോകുന്നത്. കാരണം പരസ്പരം വെളിമപ്പെടുവാൻ, വിട്ടുകൊടുക്കുവാൻ, ഒന്ന് താഴുവാൻ, ഒന്ന് സ്നേഹിക്കുവാൻ പലപ്പോഴും കഴിയാതെ പോകുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സത്യവചനം പഠിപ്പിക്കുകയാണ്. അരിശം പൂണ്ട് കുടുംബങ്ങളെ നശിപ്പിക്കുവാൻ, തകർക്കുവാൻ പിശാചിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റേത് നാളുകളേക്കാൾ ഉപരി നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ കൃപ കൊണ്ട് നിറയപ്പെടേണ്ട സമയമാണ്. ദൈവ കൃപ കൊണ്ട് പൂരിതമാകേണ്ട സമയം. നമ്മുടെ കുടുംബങ്ങൾ പരിശുദ്ധ വചനത്താൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളെ പ്രകാശിപ്പിക്കണം, തേജസ്സുള്ളതാക്കി മാറ്റണം. ഈ ഒരു ആഗ്രഹം എൻ്റെ സഹോദരങ്ങളെ നമുക്കുണ്ടാകണം. പണം കൊണ്ടൊന്നും കുടുംബങ്ങൾ വളർച്ച പ്രാപിക്കില്ല. നമ്മുടെ മാനുഷിക കഴിവുകൾ കൊണ്ടും വൈഭവങ്ങൾ കൊണ്ടും കുടുംബങ്ങൾ നിലനിന്ന് പോകുമെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും അത് സംഭവിക്കില്ല. കുറച്ചൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നു വരും. കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ സ്ഥായിയായി വളരണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ വചനം ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ സ്നേഹത്തിൻ്റെ പങ്കുവയ്ക്കൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകണം. അപ്രകാരമുള്ള കുടുംബങ്ങളാണ് സഹോദരങ്ങളെ നിലനിൽക്കുന്നതും ദിനംതോറും വളരുന്നത്. ആ കുടുംബങ്ങൾ സഭയ്ക്ക് അനുഗ്രഹങ്ങളാകും. ആ കുടുംബങ്ങൾ ലോകത്തിന് അനുഗ്രഹമാകും. ആ കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിന് വലിയ കൃപയുടെ അടയാളമായിട്ട് മാറും. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ പദ്ധതി എന്താണ്? കർത്താവിൻ്റെ പദ്ധതി
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 26-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. 3:25. നിങ്ങൾ പ്രവാചകന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ചെയ്ത ഉടമ്പടിയുടെയും സന്തതികളാണ്. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിൽ എല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹീതമാകും. ഭൂമിയിൽ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള കർത്താവിൻ്റെ സ്വപ്നം അതാണ്. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്താൽ, കർത്താവിൻ്റെ പരിശുദ്ധ വചനത്താൽ, അവിടുത്തെ അനന്തമായ കൃപയാൽ ഓരോ കുടുംബവും അനുഗ്രഹിക്കപ്പെടും. എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടും കർത്താവായ യേശുക്രിസ്തു വഴി. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളാകാൻ, ദൈവകൃപയുടെ കുടുംബങ്ങളാകാൻ കർത്താവ് ആഗ്രഹിക്കും. എവിടെയെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. നമ്മുടെ കുടുംബങ്ങളെ മനോഹരമാക്കി മാറ്റുന്നത്, സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത് നമ്മുടെ കുടുംബത്തിലെ ഫർണിച്ചറുകളോ, നമ്മുടെ കുടുംബത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കളോ, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോറിംഗ്, വളരെ മനോഹരമായ ഫ്ലോറിങ്ങോ ഫർണിച്ചറുകളോ കർട്ടൻസ് ഒന്നുമല്ല. നമ്മുടെ കുടുംബത്തിലുള്ള കർത്താവിൻ്റെ സാന്നിധ്യമാണ് പ്രസൻസ് ഓഫ് ഗോഡ്. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ എല്ലാം ഉണ്ട്. പക്ഷെ ദൈവ സാന്നിധ്യമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ വചനമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ പ്രവർത്തനമുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം. എന്തുകൊണ്ട് കുടുംബങ്ങൾ തകരുന്നത്? നോ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ സാന്നിധ്യമില്ല. പണമുണ്ട്, പ്രശസ്തിയുണ്ട്, കഴിവുകളുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഒത്തിരിയേറെ ലോകപരമായ നേട്ടങ്ങളും വളർച്ചകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് കർത്താവിൻ്റെ സാന്നിധ്യം. കർത്താവിൻ്റെ സാന്നിധ്യം. നിന്റെ കുടുംബത്തിൽ കർത്താവുണ്ടോ? കർത്താവിൻ്റെ വചനമുണ്ടോ? പരിശുദ്ധാത്മാവുണ്ടോ? സഹോദരങ്ങളെ, നമ്മൾ പരിശോധിക്കണം. കർത്താവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ കുടുംബങ്ങളെ മനോഹരമാക്കി മാറ്റുന്നത്. നമ്മുടെ കുടുംബങ്ങളെ കുടുംബമാക്കി മാറ്റുന്നത് ആ ഭവനത്തിലുള്ള ദൈവ സാന്നിധ്യമാണ്. പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 6-ാം അധ്യായം 10-11 വചനങ്ങൾ. ഒരു ശുദ്ധ വചനം പറയുന്നു, പേടകം ദാവീദിനെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബദേദോമിന്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിന്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും അവന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. ഓബദ് ഏദോമിന്റെ കുടുംബം എന്തുകൊണ്ടാണ് അനുഗ്രഹിക്കപ്പെട്ടത്? ആ കുടുംബത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു, കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ആ ദൈവ സാന്നിധ്യമാണ് ആ കുടുംബത്തെ അനുഗ്രഹിച്ചത്. ആ കുടുംബത്തിലുള്ള വ്യക്തികളുടെ കഴിവുകളോ നേട്ടങ്ങളോ പാണ്ഡിത്യമോ പണപരമായ വളർച്ചയോ ഒന്നുമല്ല. ആ കുടുംബത്തിലുള്ള ദൈവ സാന്നിധ്യം ആ ഭവനത്തെ അനുഗ്രഹിച്ചു. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവാനുഗ്രഹത്തിൽ ദൈവകൃപയിൽ വളരുവാൻ കർത്താവിൻ്റെ ഹൃദയം തുടിക്കുക, കർത്താവ് ആഗ്രഹിക്കുക. സഹോദരങ്ങളെ, ഇന്ന് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര കുടുംബങ്ങളെ കണ്ണുനീരിലെ തകർന്നിരിക്കുന്നു. 10,000-കണക്കിന് മാതാപിതാക്കൾ നമ്മുടെ കുടുംബങ്ങൾ മക്കളെയോർത്ത് ആകുലപ്പെട്ട് നീറി കഴിയുന്ന മക്കളുടെ ജീവിതം കണ്ട്, അവിടെ നാശം കണ്ട് ഒരുപാട് നൊമ്പരപ്പെടുന്ന മാതാപിതാക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഭർത്താവിനെ ഓർത്ത് തേങ്ങി കരയുന്ന എത്രയോ സഹോദരി ഭാര്യമാർ നമ്മുടെ കുടുംബങ്ങളിൽ. അതുപോലെ തൻ്റെ ഭാര്യയോർത്ത് വേദനിക്കുന്ന അനേകം ഭർത്താക്കന്മാരുണ്ട്. അവിശ്വസ്തതകള്, ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ്. ഇപ്രകാരം അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് പെരുകി വർദ്ധിച്ചു വരികയാണ്. എന്താ കാരണം? അവിടെ വചനത്തിന് സ്ഥാനമില്ല, അവിടെ പരിശുദ്ധ വചനമില്ല, കർത്താവിൻ്റെ സാന്നിധ്യമില്ല. കർത്താവിൻ്റെ വഴിയിലല്ല നമ്മുടെ കുടുംബങ്ങൾ പലതും മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഇഷ്ടപ്രകാരമാണ്. ഇതാണ് പലപ്പോഴും നാശത്തിന് കാരണമായി തീരുന്നത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ മനസ്സ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കും, ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളായി ഓരോ ഭവനവും മാറണം. ഇതാണ് കർത്താവിൻ്റെ ആഗ്രഹം.
ഉൽപ്പത്തി പുസ്തകം 24:1 പരിശുദ്ധ വചനം പറയുന്നു, അബ്രഹാമിന് പ്രായമേറെയായി കർത്താവ് എല്ലാ കാര്യങ്ങളിലും അവനെ അനുഗ്രഹിച്ചു. അബ്രഹാമിനെ, അവൻ്റെ കുടുംബത്തെയും സകല കാര്യങ്ങളിലും കർത്താവ് അനുഗ്രഹിച്ചു. കർത്താവ് അവനെ ബ്ലസ് ചെയ്തു എന്ന് സത്യവചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 24:50 ഒരുമിച്ച് സ്വരമുയർത്തിയ വചനം വായിച്ച്, അവൻ അവരെ ബഥാനിയ വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. കരങ്ങൾ ഉയർത്തി കർത്താവ് അവരെ അനുഗ്രഹിച്ചു. ഈ വിധം നമ്മളെ അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. വിശ്വസിച്ച് ആമേൻ പറഞ്ഞേ. സ്തുതിക്കുന്ന കർത്താവേ, നമ്മൾ അനുഗ്രഹിക്കുന്ന കർത്താവ്. കരങ്ങൾ ഉയർത്തി നമ്മുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, നമ്മൾ നേരിടുന്ന തകർച്ചകൾ, നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ നിങ്ങൾ അറിയിക്കണം. നിങ്ങൾ ഫോൺ ചെയ്ത് അറിയിക്കുക. സാധിക്കുന്നവർ ഫോൺ ചെയ്ത് ഈ നമ്പറിൽ അറിയിക്കുക. അല്ലാത്തവർ ടെക്സ്റ്റ് ചെയ്യുക. യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഇത് ദൈവകൃപയുടെ ഒരു വലിയ പകർച്ചയാണ് പരിശുദ്ധാത്മാവ് ഈ ശുശ്രൂഷ വഴി ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് നൽകുന്നത്. സ്തുതിക്കുന്ന കർത്താവേ. ആമേൻ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കൃപൊഴുകട്ടെ. അഭിഷേകം നിറയട്ടെ. അനോയിന്റിങ്. കരങ്ങൾ ഉയർത്തി കർത്താവ് അനുഗ്രഹിച്ചു. ഹഗായി പ്രവചനം 2:19 വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, കർത്താവ് തൻ്റെ ജനത്തോട് പറയാണ്, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവകൃപ കൊണ്ട് നിറയുവാൻ കർത്താവ് ആഗ്രഹിക്കും. ഞാൻ നിങ്ങളെ കുടുംബങ്ങൾ അനുഗ്രഹിക്കും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ദൈവാനുഗ്രഹത്തിൻ്റെ കുടുംബങ്ങളാകണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത് ദൈവമായ കർത്താവായിരിക്കണം. നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത് കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേലായിരിക്കണം. വചനത്തിൻ്റെ അടിത്തറയിലാണ് കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത്. നമ്മുടെ മസിൽ പവറിലോ, നമ്മുടെ പാപകരമായ ജീവിതത്തിലോ, നമ്മുടെ അശുദ്ധിയിലോ, ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങളിലോ അല്ല നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടേണ്ടത്. കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൻ്റെ അടിത്തറമേൽ നിന്റെ കുടുംബം പണിയപ്പെടണം. ഇതാണ് ദൈവ പദ്ധതി. വചനത്തിൻ്റെ മേൽ കുടുംബങ്ങൾ പണിയപ്പെടണം. 127 സങ്കീർത്തനം 1-ാം വചനത്തിൽ സങ്കീർത്തന വചനം പറയുന്നുണ്ട്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അപ്പോൾ നമ്മുടെ ഭവനങ്ങൾ പണിയേണ്ടത് കർത്താവാണ്. കാരണം ഗോഡ് ഈസ് ദ ഫാമിലി മേക്കർ. കർത്താവാണ് കുടുംബത്തെ സ്ഥാപിച്ചത്. കുടുംബത്തെ രൂപപ്പെടുത്തിയത് ദൈവമായ കർത്താവാണ്. ഈ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങൾ ദിനംതോറും പടുതുയർത്തേണ്ടത്. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിനാൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ സമാധാനത്തിന്, അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാകാം, പ്രശ്നങ്ങളുണ്ട്. മനുഷ്യർ ഒന്നിച്ച് വസിക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ട്, വേദനകളുണ്ട്, ചില സംശയങ്ങളും തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകും. എന്നാൽ അതെല്ലാം ദൈവകൃപ അതിനെയെല്ലാം പരിഹരിക്കും. അതിൻ്റെ മധ്യേ കർത്താവിൻ്റെ സമാധാനം ഉണ്ടാവും. അപ്പോൾ കർത്താവ് പണിയപ്പെടുന്ന കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടാകും. ആ കുടുംബങ്ങൾ സമാധാനത്തിന് കുടുംബം. കാരണം ആ ഭവനങ്ങളിൽ കർത്താവുണ്ട്, കർത്താവിൻ്റെ വചനമുണ്ട്. പൗലോസ് സഭയെ പഠിപ്പിക്കുക. എഫെസോസ്കാർക്ക് ഇത് ലേഖനം 2:14 എഫെസോസ് 2:14 പറയുന്നു, കാരണം അവൻ നമ്മുടെ സമാധാനമാണ്. ആരാണ് സമാധാനം? കർത്താവായ യേശുവാണ് നമ്മുടെ സമാധാനം. കർത്താവിനാൽ പണിയപ്പെടുന്ന ഓരോ കുടുംബത്തിലും ദൈവിക സമാധാനമുണ്ട്. ആത്മാവിന്റെ സമാധാനം, പീസ്, സമാധാനം ഉണ്ടെന്ന് വചനം പഠിപ്പിക്കുക. അവിടെ അസ്വസ്ഥതകളുണ്ട്, വേദനകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. സഹോദരങ്ങളെ, ഇതിന്റെ നടുവിലും ദൈവിക സമാധാന കുടുംബങ്ങളെ നിയന്ത്രിക്കും, പരിപാലിക്കും. കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ പണിയുമ്പോൾ ആ കുടുംബങ്ങളിൽ ആനന്ദം ഉണ്ടാവും. സംഗതിയെ സഹനം ഉണ്ടെന്നേ, കണ്ണീരുണ്ട്. നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. സഹോദരങ്ങളെ, ഇതിൻ്റെ നടുവിലും നമ്മുടെ കുടുംബങ്ങളിൽ ആനന്ദം ഉണ്ടാവും. ജോയ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൻ്റെ ആനന്ദം. കർത്താവ് പണിയപ്പെടുന്ന കുടുംബങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ആനന്ദമുണ്ടോ?
മദ്യപാനവും കലഹവും വഴുക്കും അടിപിടികൾ, നിസ്സാര കാര്യങ്ങളെ പ്രതി ബഹളവും, മുറിപ്പെടുത്തുന്ന വാക്കുകളും ചീത്ത വാക്കുകളും ശാപവാക്കുകൾ എന്ന് വേണ്ട. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഒരുപാട് കലുഷിതമാണ്. അവിടെ സ്നേഹത്തിന്റെ പകർച്ച കാണുന്നില്ല, ദൈവാത്മാവിന്റെ വ്യാപനം ഉണ്ടാകുന്നില്ല. പകരം മത്സര്യവും കലഹവും അടിപിടിയും അസ്വസ്ഥതകളും പിടിവാശികളും മർക്കടമുഷ്ടികളും ഇതിലൂടെ കുടുംബങ്ങളിൽ നിന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു. ബന്ധങ്ങളെ പിശാച് താറുമാറാക്കി കളയുന്നു. പ്രിയ ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനാൽ പണിയപ്പെടണം. കർത്താവിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിന്മേൽ ഓരോ ഭവനവും പണിതുയർത്തപ്പെടണം. അവിടെ ആനന്ദമുണ്ട്, അവിടെ സമാധാനമുണ്ട്, അവിടെ എന്തുണ്ട് സഹോദരങ്ങൾ? അവിടെ ആത്മാവിൻ്റെ നിറവ്, ആത്മനിറവുണ്ട്. എക്സ് 2:4 അപ്പോസ്തലർ പ്രവൃത്തി 2:4 പറയാ, അവിടെ എന്തുണ്ട്? അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവിൻ്റെ നിറവുണ്ട്. എത്ര ശക്തമാണ് വചനം, എത്ര ശക്തമാണ്! ആ കുടുംബങ്ങൾ ദൈവകൃപയുണ്ട്. പൗലോസിലെ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 10-ാമത്തെ വചനം 15:10 വചനം പഠിപ്പിക്കുന്നു, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയിലാണ്. അവിടെ ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കും, ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ദൈവത്തിന്റെ കൃപ വ്യാപരിക്കും. ദൈവകൃപ നമ്മളെ പൊതിഞ്ഞു നിൽക്കും. നമ്മുടെ ആവശ്യങ്ങളിൽ കൃപ പ്രവർത്തിക്കും. നമ്മുടെ ആവശ്യങ്ങൾ ദൈവകൃപ ചേർത്ത് തരും. സഹോദരങ്ങളെ, കർത്താവിനാൽ നമ്മുടെ കുടുംബങ്ങളെ പണിയപ്പെടണം. കലഹത്തിന്മേലല്ല, പിടിവാശിന്മേലല്ല, ജഡീക പാപങ്ങളിലല്ല, ലോകത്തിന്റെ സുഖഭോഗങ്ങളിലല്ല, എൻ്റെ പിടിവാശികളിലല്ല, എൻ്റെ പണക്കൊഴുപ്പിലല്ല, എൻ്റെ വിദ്യാഭ്യാസ മികവിലല്ല എൻ്റെ കുടുംബം പണിയപ്പെടേണ്ടത്. ദൈവമായ കർത്താവിൻ്റെ വചനത്തിന്മേലായിരിക്കണം നമ്മുടെ ഭവനങ്ങൾ പടുത്തുയർത്തപ്പെടേണ്ടത്. മനസ്സിലാക്കുന്നവർ വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവെ സ്തുതിക്കുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ കുടുംബങ്ങളെ പൊതിയണം. കർത്താവ് ഞങ്ങളെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ. ഞങ്ങളെ കുടുംബങ്ങളെ അങ്ങ് സന്ദർശിക്കണേ. കർത്താവ് ശുശ്രൂഷ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയൊക്കെ ആയിരങ്ങൾ പതിനായിരങ്ങൾ കാണുന്നു. കർത്താവെ, അവരെ നീ സന്ദർശിക്കണം. ആ കുടുംബങ്ങൾക്ക് ആശ്വാസം കൊടുക്കണമേ, അവരെ കണ്ണുനീര് തുടയ്ക്കണമേ, അവർക്ക് ആനന്ദം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. കർത്താവെ, ഈ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവെ, അഭിഷേകം ചെയ്യണേ. നന്ദി കർത്താവെ, നന്ദി. സഹോദരങ്ങളെ, തുടർന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങൾ കർത്താവ് വസിക്കുന്ന, കർത്താവിനാൽ പണിയപ്പെടുന്ന കുടുംബങ്ങളാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. നമ്മളിത് കേട്ടുപോകാതെ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവെ, എൻ്റെ കുടുംബത്തെ ദൈവകൃപയുടെ കുടുംബമാക്കി മാറ്റണേ. എൻ്റെ കുടുംബ ബന്ധങ്ങളെ കർത്താവെ സ്നേഹത്തിൻ്റെ ചൂട് നൽകി കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ. എൻ്റെ കുഞ്ഞുങ്ങളെ അഭിഷേകം ചെയ്യണേ. എൻ്റെ ജീവിത പങ്കാളി ആത്മാവിനാൽ നിറയപ്പെടട്ടെ. എൻ്റെ മാതാപിതാക്കള് ദൈവസ്നേഹത്താൽ പൂരിതരാകട്ടെ. കർത്താവ് പണിയുന്നൊരു കുടുംബം, ഇത് സംഭവിക്കണമെങ്കിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക, കർത്താവിലും കർത്താവിൻ്റെ സത്യവചനത്തിൽ നമ്മൾ വിശ്വസിക്കണം. കർത്താവായ യേശുവിലും യേശുവിൻ്റെ വചനത്തിലും നമ്മൾ വിശ്വസിക്കണം. കണ്ണും പൊട്ടി വചനം വിശ്വസിച്ച നിങ്ങൾ, ഈ വചനം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഈ വചനം നിങ്ങളെ സുഖപ്പെടുത്തും. ഈ വചനം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ വചനം നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വഴികളെ തുറന്നു തരും. അതിശയകരമായ ദൈവശക്തിയുടെ വെളിപ്പെടുത്തൽ ഈ വചനം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവിന്റെ വചനത്തിലും കർത്താവിലും വിശ്വസിക്കുന്നത്. ഈശോ പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 14:1 എന്താണ് കർത്താവ് പഠിപ്പിച്ചത്? നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, കർത്താവിനാൽ പണിയപ്പെടുന്ന കൃപയുടെ ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറ്റപ്പെടാൻ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശുവിലും യേശുവിൻ്റെ പരിശുദ്ധമായ വചനത്തിലും നമ്മൾ വിശ്വസിക്കും. ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. തുടർന്ന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 16:34.
അവിടെ ജയിൽ വാർഡന്റെ അനുഭവമാണ്. ഫിലിപ്പി കാരാഗൃഹത്തിൽ അതിശയകരമായ ദൈവശക്തി വെളിപ്പെട്ടു. ആത്മഹത്യയ്ക്കായി ഒരുങ്ങി നിന്ന കുടുംബം, മരണവീടായി മാറേണ്ട ഭവനം, ആ രാത്രി കൂട്ട നിലവിളി ഉയരേണ്ട ഭവനം ആനന്ദത്തിന്റെ ഭവനമായി. എന്തുകൊണ്ടാണ് ആ ഭവനം ആനന്ദ ഭവനമായി മാറിയത്? അവര് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. ഒരു മരണവീടായി മാറേണ്ട കുടുംബത്തിൽ അതിശയകരമായ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ്. സഹോദരൻ, നിന്റെ കുടുംബം ഇന്ന് കൊടിയ നാശത്തിലാണോ? സഹോദരി, നിന്റെ കുടുംബം വലിയ തകർച്ചയിലാണോ? കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു, ആനന്ദമില്ലേ? പരസ്പരം പങ്കുവയ്ക്കുന്ന അനുഭവങ്ങളൊക്കെ ഇല്ലാതായോ? നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഒരു നിർവികാര്യതയിലാണോ? നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണോ? കുടുംബങ്ങളിൽ ഉള്ള ദൈവസ്നേഹം, പ്രാർത്ഥന, ഇതൊക്കെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം പറയുന്നു, മരണവീടായി തീരേണ്ട കുടുംബം, ആ രാത്രി കൂട്ട നിലവിളി ഉയരേണ്ട വീടാണ്. ആ ഭാര്യയ്ക്ക് തന്നെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ, ആ മക്കൾക്ക് തങ്ങളുടെ അപ്പനെ നഷ്ടപ്പെടുന്ന അവസ്ഥ. എന്നാൽ കർത്താവായ യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ആ കുടുംബത്തിന് എന്തു സംഭവിച്ചു? ആ കുടുംബത്തിലേക്ക് ദൈവകൃപ വന്നു, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. അതിന്റെ ഫലമായി എന്താ വചനം പഠിപ്പിക്കുന്നത്? അവർ അത്യന്തം ആനന്ദിച്ചു. അവർ കർത്താവിൽ ആനന്ദിക്കുകയാണ്, പരസ്പരം അവർ ആനന്ദിക്കുകയാണ്. ആനന്ദത്തിന്റെ ഒരു വലിയ ഔട്ട് പോറിംഗ്, വലിയ കവിഞ്ഞൊഴുക്ക ഭവനത്തിലുണ്ടായി. ഹല്ലേലൂയ. കരമുയർത്തി 3 പ്രാവശ്യം വിളിച്ച് യേശുവേ എന്ന് വിളിച്ച് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൃപ ഒഴുകട്ടെ, കൃപ ഒഴുകട്ടെ, അഭിഷേകം ഒഴുകട്ടെ, പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ, ആത്മാവ് പ്രവർത്തിക്കട്ടെ. Mighty power, mighty anointing, mighty anointing in the name of Jesus. സ്തുതിക്കുന്നു കർത്താവ്. അവർ അത്യന്തം ആനന്ദിച്ചു, ആ കുടുംബം അത്യന്തം ആനന്ദിച്ചു. എന്തുകൊണ്ട്? അവർ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട്. അവർ കർത്താവിലും കർത്താവിന്റെ വചനത്തിലും വിശ്വസിച്ചു. അവരുടെ ദുഃഖം മാറി, നിരാശ മാറി, തകർച്ച മാറി. അതിന് നടുവിൽ ആനന്ദത്തിന്റെ നിറഞ്ഞൊഴുക്കുണ്ടായി. ആ അപ്പനും മക്കളും ഒരുമിച്ച്, അപ്പനും അമ്മയും മക്കളൊക്കെ ഒരുമിച്ച് അത്യന്തം ആനന്ദിക്കുന്നു. ദൈവകൃപയുടെ ഭവനം, ആ ഭവനത്തിൽ കർത്താവ് കടന്നു വന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇതാണ് കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനുള്ള വഴി. കർത്താവിൽ വിശ്വസിക്കണം. ഏത് പ്രതിസന്ധിയിലും നീ കർത്താവിനെ മുറുകെ പിടിക്കണം, കർത്താവിന്റെ വചനത്തിൽ ചങ്കുറപ്പിക്കണം, കർത്താവിന്റെ പ്രോമിസിൽ നീ ആശ്രയിക്കണം. നാട്ടുകാരും ലോകക്കാരും നിന്റെ സുഹൃത്തുക്കളും ലോകത്തിന്റെ ഈ പാഴ്വാക്കുകളെല്ലാം നീ വിശ്വസിക്കേണ്ടത്, മറിച്ച് കർത്താവിന്റെ ജീവനുള്ള വചനം ഇത് വിശ്വസിക്കാൻ എൻ്റെ സഹോദര സഹോദരി, നിനക്ക് തീരുമാനമുണ്ടോ? അത്ഭുതങ്ങൾ കാണാം. കർത്താവ് നിന്റെ ജീവിതത്തിൽ ചില വഴികൾ തുറക്കുന്നത് നിനക്ക് അനുഭവിക്കാൻ പറ്റും. നിന്റെ കുടുംബം ഇന്ന് തകർന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിന്റെ കൃപ നിന്റെ കുടുംബത്തെ പുനരുദ്ധരിക്കുന്ന അത്ഭുതകരമായ ദൈവപ്രവൃത്തി അനുഭവിക്കുവാൻ നിനക്ക് കഴിയും. നീ വിശ്വസിക്കണം. യു ബിലീവ്. നീ വചനത്തിൽ വിശ്വസിക്കണം, കർത്താവിൽ വിശ്വസിക്കണം. സഹോദരങ്ങളെ, വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്, വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. അതാ വചനം. അവർ അത്യന്തം ആനന്ദിച്ചു. ഈ ആനന്ദത്തിന് കാരണം എന്താ? അപ്പോസ്തലപ്രവൃത്തി 16:31 Acts 16:31. അവർ പറഞ്ഞു, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ വചനം അവർ വിശ്വസിച്ചു. അവർ കർത്താവിൽ വിശ്വസിച്ചു, ഈശോയിൽ വിശ്വസിച്ചു. എന്തുണ്ടായി? ആ കുടുംബത്തിന്റെ തകർച്ച മാറി, ആ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു, ആ കുടുംബത്തിന്മേലുള്ള കെട്ടുകൾ പൊട്ടി, ആ കുടുംബം അത്യന്തം ആനന്ദിച്ചു.
ആനന്ദത്തിന്റെ ഭവനമായി മാറി, കൃപയുടെ ഭവനമായി മാറി, സമാധാനത്തിന്റെ ഭവനമായി മാറി. ഒരു നിമിഷം കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈ ഒരു അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് സ്വീകരിക്കാൻ പോവാം. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. കർത്താവെ, കൃപ ചൊരിയണമേ, അഭിഷേകം പകരണമേ, ഞങ്ങളെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, കരങ്ങൾ ഉയർത്തി ഓരോ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. വചനമയച്ച് കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ. തകർന്നുപോയ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കണമേ. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താക്കന്മാർ, സഹോദരി സഹോദരങ്ങൾ കർത്താവിന്റെ വചനത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്യപ്പെടട്ടെ. ദൈവകൃപയാൽ പൂരിതരാകട്ടെ. ദൈവ സാന്നിധ്യത്തിൽ ഉജ്ജ്വലിക്കപ്പെടട്ടെ. കർത്താവിന്റെ മഹത്വത്താൽ തേജസ്സുള്ളവരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുകരങ്ങൾ ഉയർത്തി ഒറ്റ വിളി, യേശുവേ, ജീസസ്. ഒന്നിച്ച് വിളിച്ചു പ്രാർത്ഥിച്ചു. ജീസസ്. ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ആത്മാവിനെ വർഷിക്കണം. കൃപകൾ ചൊരിയണമേ. അലലലല. ബലഹീനതയിൽ ബലമേകും, ബലവാനായവൻ നടത്തുന്നു. ആ വരികൾ പാടി പ്രാർത്ഥിക്കും. നമ്മുടെ കുടുംബങ്ങളിൽ കൃപ ഒഴുകട്ടെ. നമ്മുടെ കുടുംബത്തിലെ ബലഹീനതകളിൽ, നമ്മുടെ കുടുംബത്തിന്റെ തകർച്ചകളിൽ, നമ്മുടെ കുടുംബത്തിന്റെ നൊമ്പരങ്ങളിൽ, മുറിപ്പാടുകളിൽ, നമ്മുടെ കുടുംബത്തിന്റെ സഹനങ്ങളിൽ, നമ്മുടെ കുടുംബത്തിലെ വെല്ലുവിളികളിലേക്ക് കർത്താവിന്റെ കൃപ ഒഴുകട്ടെ. കൃപ ഒഴുകട്ടെ. കൃപ, കൃപ, കൃപ. ശ്രദ്ധിക്കുന്നു. കരമടിച്ച് ഒന്നിച്ചു പാടി സ്തുതിച്ച് എല്ലാവരും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ആമേൻ, ആമേൻ. ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഹല്ലേലൂയ. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഇരുകരമുയർത്തി ഒറ്റ വിളി. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഒഴുകട്ടെ. അഭിഷേകം നിറയട്ടെ. അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങളിൽ അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മ ശക്തി നിറയട്ടെ. പാപക്കെട്ടുകളെ പൊട്ടിക്കുന്നു, ശാപമുഖങ്ങൾ ഒടിക്കുന്നു, പൈശാചിക ആധിപത്യങ്ങളെ ചിതറിക്കുന്നു. പരിശുദ്ധാത്മ ശക്തി ഓരോ കുടുംബത്തിന് മേലും വ്യാപരിക്കട്ടെ. ശ്രദ്ധിക്കുന്ന കർത്താവേ. ആമേൻ, ആമേൻ. കരമടിച്ച് എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിയിടുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അതിശയകരമായി കരങ്ങൾ ഉയർത്തിയടിച്ചു. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ആമേൻ, ആമേൻ. എല്ലാവരും ഒന്നിച്ച് അനേക ഭവനങ്ങളിലേക്ക് ദൈവകൃപ ഒഴുകപ്പെടുന്നു. ദൈവകൃപ ഒഴുകപ്പെടുന്നു. ഏറ്റെടുത്തു. ആമേൻ, ആമേൻ. കൃപയാലേ, കൃപയാൽ അനുദിനവും. കൃപയാലേ, കൃപയാലേ, കൃപയാൽ അനുദിനവും. ഈശോയേ, ഈശോ, കൃപയാൽ നമ്മുടെ കുടുംബങ്ങളെ ദൈവകൃപയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇരുകരമയത്തിൽ ഒറ്റ വിളി, യേശുവേ, ഞങ്ങളുടെ രാജാവേ, ഞങ്ങളുടെ കർത്താവേ. കരങ്ങൾ ഉയർത്തി ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. God bless, anoint in the name of Jesus. സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ. സ്തുതിക്കുന്നു കർത്താവ്. ആമേൻ. ആനന്ദത്തോടെ ആമേൻ പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയം, ആത്മാവിൻ്റെ അളവില്ലാത്ത അഭിഷേകം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കർത്താവ് പകർന്നുകൊണ്ടിരിക്കുക. സഹോദരങ്ങളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക.
ഞാൻ ഒരിക്കൽ കൂടെ പറയാണ്, ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുക. സാധിക്കുന്നവർക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ അത് അറിയിക്കാവുന്നതാണ്. ഷെഖേനയുടെ മധ്യസ്ഥ പ്രാർത്ഥന ടീം നമ്മൾ ഒരുമിച്ചാണ്, നമ്മളൊക്കെ ആ ടീമിലുണ്ട്. നമ്മളൊക്കെ ഒരേ കുടുംബത്തിലെ അംഗങ്ങളാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. അത്ഭുതങ്ങളുടെ ദൈവമാണ്, നമ്മളെ പരിപാലിക്കുന്നവനാണ്. യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എൻ്റെ സഹോദരങ്ങളെ, വചനത്തിലും വചനത്തിൻ്റെ നാഥനായ കർത്താവിലും നമ്മൾ വിശ്വസിക്കണം. കർത്താവിൻ്റെ പ്രോമിസിൽ വിശ്വസിക്കണം. നമ്മളൊന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ വചനമുണ്ടെങ്കിൽ, പരിശുദ്ധാത്മ അഭിഷേകമുണ്ടെങ്കിൽ നമ്മളൊന്നിനെയും ഭയപ്പെടേണ്ട. സക്രിയ പ്രവചനം 2:5 അവിടെ കൃപയായിട്ട് മാറും. ഞാൻ അതിന് ചുറ്റും, നമ്മുടെ കുടുംബങ്ങൾ അതിൽ ഉൾപ്പെടും. നമ്മുടെ കുടുംബങ്ങൾക്ക് ചുറ്റും അഗ്നി കൊണ്ടുള്ള കോട്ടയായിരിക്കും. ഞാൻ അതിൻ്റെ മധ്യത്തിൽ അതിൻ്റെ മഹത്വമായിരിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു. പൈശാചികമായ തിരിച്ചടികളിൽ നിന്ന്, സാത്താന്യ പോരാട്ടങ്ങളിൽ നിന്ന്, ഇരുട്ടിൻ്റെ ശക്തികളിൽ നിന്ന്, മന്ത്രവാദ കൂടോത്ര ആഭിചാര ശക്തികളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുവാനായി, നമ്മുടെ കുടുംബങ്ങളെ സൂക്ഷിക്കുവാനായി, നമ്മുടെ കുടുംബങ്ങളുടെ മധ്യയെ തീമതിലായി, തീക്കോട്ടയായി കർത്താവ് നിലയുറപ്പിക്കുകയാണ്. ഈ വചനം, ഈ പ്രോമിസ് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് പലരും മന്ത്രവാദത്തെ, കൂടോത്രത്തെ, ആഭിചാര പ്രവൃത്തികളെ ഭയപ്പെട്ട് കഴിയുന്ന ഒരുപാട് പേരെ ഞാൻ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പ്രിയ ദൈവത്തിൻ്റെ പൈതലെ, കർത്താവിലും കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിലും പൂർണ്ണമായി വിശ്വസിക്കാൻ നിനക്ക് പറ്റുമോ? നിന്റെ കുടുംബത്തിന്റെ മേൽ തീക്കോട്ടയായി, തീമതിലായി, അതിനെ സംരക്ഷിക്കുന്ന മഹത്വത്തിന്റെ അടയാളമായി കർത്താവാണ് നിലയുറപ്പിക്കുന്നത്. ഒരു ശക്തിക്ക് നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല. സഹോദരങ്ങളെ, ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ്. നമ്മുടെ കുടുംബങ്ങളിൽ സാമ്പത്തിക ഞെരുക്കങ്ങളുണ്ടോ? ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് ഒത്തിരിയേറെ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. എനിക്കറിയാം, ഷെഖേന ഈ മാധ്യമ ശുശ്രൂഷ ഒരു കൊടിയ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെയുണ്ട്. അതിനർത്ഥം ഒരുപാട് ഈശോയെ സ്നേഹിക്കുന്ന, സഭയെ സ്നേഹിക്കുന്ന പലരുടെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെന്ന് അർത്ഥം. അല്ലെങ്കിൽ അവർ സഹായിക്കും, പലരും സഹായിക്കുന്നുണ്ട് ആ ഇല്ലായ്മയിൽ നിന്ന്. ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, എന്തൊക്കെ സാമ്പത്തിക ഞെരുക്കങ്ങളും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ ക്ലേശങ്ങളുടെ മധ്യേ നമ്മളെ പരിപാലിക്കുവാൻ വിശ്വസ്തനാണ് കർത്താവ്. ഈ തകർച്ചകളുടെയും കഠിനമായ സാമ്പത്തിക പ്രതിസന്ധിയുടെയും നടുവിൽ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനും നമ്മുടെ കുടുംബങ്ങളെ ദിനംതോറും പോറ്റി വളർത്തുവാനും മതിയായവനാണ് നമ്മുടെ കർത്താവ്. എത്ര പേര് വിശ്വസിക്കുന്നു? അവർ ഉച്ചത്തിൽ ആമേൻ പറഞ്ഞേ. ആമേൻ, ആമേൻ, ആമേൻ. ശ്രദ്ധിച്ച്, അത് പറയുമ്പോൾ ഒരു ശക്തമായ അഭിഷേകം വരിക. അനേകം കുടുംബങ്ങളിലേക്ക് ഈ അഭിഷേകം കർത്താവ് പകരുന്നു. നിങ്ങൾ പ്രാപിച്ചോ? ഉത്കണ്ഠയുടെ കെട്ടുപൊട്ടുന്നു, ആകുലതയുടെ ദുഃഖങ്ങൾ ഒടിക്കുന്നു. കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക. അനേക ഹൃദയങ്ങളെ പരിശുദ്ധാത്മ തുറക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്, പല ഹൃദയങ്ങളെയും പരിശുദ്ധാത്മ തുറക്കുന്നു. 34-ാം സങ്കീർത്തനം 10-ാമത്തെ വചനമാണ് നമുക്ക് സുപരിചിതമായ വചനം. സാമ്പത്തികമായി തകർന്ന് വേദനിച്ച് സാമ്പത്തികമായ കൊടിയ ദുരിതത്തിലായിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രോമിസ് വിശ്വസിക്കും. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് എന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിൻ്റെ പ്രഥമ മുൻഗണന കർത്താവിനാണെങ്കിൽ ആ ജീവിതത്തെ കർത്താവ് പരിപാലിക്കും. എത്ര കഠിന ക്ഷാമത്തിൻ്റെ നാളുകളിലും കൊടിയ ക്ലേശത്തിൻ്റെ സമയത്തും തന്നെ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന, തൻ്റെ വചനത്തിലേക്ക് ഹൃദയമുറപ്പിച്ചിരിക്കുന്ന, എപ്പോഴും കർത്താവിനെ ആശ്രയിക്കുന്ന, കർത്താവിൽ ശരണപ്പെടുന്ന ഒരു കുടുംബത്തെ പരിപാലിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. സിംഹക്കുട്ടികൾ ഇരകെട്ടാതെ വിശന്നു വലയും. നമുക്കറിയാം, സിംഹക്കുട്ടികൾക്ക് ഇരകെട്ടാതെ വരുന്നൊരു കാലില്ല. അത്രയും ശക്തനാണ് സിംഹം.
ആ സിംഹത്തിന് തൻ്റെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റും. അല്ല, അങ്ങനെയുള്ള കൊടിയ ക്ഷാമം വന്നാലും കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, കർത്താവിനെ ആശ്രയിക്കുന്നവർക്ക്, കർത്താവിൻ്റെ പരിപാലനയിൽ വിശ്വസിക്കുന്നവർക്ക് ആ കൂട്ടത്തിൽ ഞാനും നീയും ഉൾപ്പെടുമോ? നമ്മുടെ കുടുംബം ഉൾപ്പെടുമോ? ഇതാണ് പരിശുദ്ധാത്മാവിനെ അറിയേണ്ടത്. അതാരെല്ലാം വിശ്വസിക്കുന്നുവോ അവർക്കൊന്നിനും കുറവുണ്ടാവില്ല. ഒന്നിനും കുറവുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അവരുടെ സമ്പത്ത് കർത്താവായിട്ട് മാറും. കർത്താവ് സമ്പത്തായി മാറുമ്പോൾ നമുക്കൊരു ആവശ്യം, നമുക്കിങ്ങനെ ഇഷ്ടംപോലെ ബാങ്ക് ബാലൻസ് ഉണ്ടാവും എന്നല്ല എൻ്റെ അർത്ഥം. കർത്താവ് സമ്പത്തായി മാറും എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പോഷായി ജീവിക്കാൻ പറ്റുമെന്നല്ല എൻ്റെ അർത്ഥം. നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആ ആവശ്യത്തെ കർത്താവ് അങ്ങ് നടത്തി തരും. കർത്താവ് അങ്ങ് നടത്തി തരും. അതുപോലെ നമുക്ക് എന്ത് ആവശ്യമായിരിക്കും, മക്കളുടെ ആവശ്യമാവാം, ജീവിത പങ്കാളിയുടെ ആവശ്യമാവാം, കുടുംബത്തിൻ്റെ ഒരു പ്രധാന ആവശ്യമായിരിക്കും. ദൈവമേ എന്ത് ചെയ്യും, എങ്ങനെ ഇത് നടത്തും? നമ്മൾ വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും നമ്മൾ പോലും ചിന്തിക്കാത്ത വിധത്തിൽ കർത്താവ് അങ്ങ് കര നീട്ടിത്തരികയാണ്. കർത്താവിൻ്റെ പരിപാലനം അവിടെ നമ്മൾ അനുഭവിക്കുകയാണ്. ആ കാര്യങ്ങൾ കർത്താവ് നടത്തി തരികയാണ്. ഇതാണ് ദൈവം സമ്പത്തായി മാറിയ ഒരു കുടുംബത്തിൻ്റെ സവിശേഷത. കർത്താവ് സമ്പത്തായി മാറിയ ഒരു ജീവിതത്തിൻ്റെ പ്രത്യേകത ഇതാണ്. കർത്താവ് നടത്തും സഹോദരൻ. എന്ത് സാമ്പത്തിക തകർച്ചയും ബുദ്ധിമുട്ടും പ്രതികൂലം എന്തൊക്കെയായി, നിന്റെ മുൻഗണന കർത്താവിനായിരിക്കണം. നീ കർത്താവിൻ്റെ വഴിയിലാണോ? നീ മുറുകെ പിടിക്കുന്നത് ലോകത്തിന്റെ പാഴ്വാക്കുകളല്ല. നീ ഹൃദയം ഉറപ്പിക്കേണ്ടത് ഈ ലോകത്തിന്റെ സുഖഭോഗങ്ങളിലേക്കല്ല. സഹോദര സഹോദരി, നീ മുറുകെ പിടിക്കേണ്ടത് കർത്താവിന്റെ സത്യവചനമായിരിക്കണം. നീ ചങ്കുറപ്പിക്കേണ്ടത് ജീവിക്കുന്ന കർത്താവിൽ മാത്രമായിരിക്കണം. നീ മുന്നോട്ട് പോകേണ്ടത് കർത്താവിന്റെ വഴിയിലായിരിക്കണം. ആർക്കും നിന്നെ തകർക്കാൻ പറ്റില്ല. നിന്റെ കുടുംബത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും അത് കർത്താവ് കൈകാര്യം ചെയ്തു കൊള്ളും. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞേ. കർത്താവ് പ്രവർത്തിച്ചു കൊള്ളും. വിശ്വസ്തനാണ് നമ്മുടെ കർത്താവ്. പൗലോസ് സത്യസഭയോട് പറയുന്നു, തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 24-ാമത്തെ വചനം, നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. അതനുസരിച്ച് പ്രവർത്തിക്കും. അതുകൊണ്ട് നമുക്കാർക്കും സംശയം വേണ്ട. ചിലർ ഈ വചനം കേൾക്കുമ്പോൾ ചിലർ ചിന്തിക്കുക, എൻ്റെ പൊന്നു ബ്രദറെ, കേൾക്കുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുമോ? എൻ്റെ കുടുംബത്തിൽ ഇതൊക്കെ നിറവേറപ്പെടുമോ? ഈ തകർച്ചയിൽ നിന്ന് എനിക്കൊരു കരകയറ്റം കിട്ടുമോ? എൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമോ? എൻ്റെ മക്കൾ അഭിഷേകത്തിലേക്ക് വരുമോ? എൻ്റെ കുടുംബത്തിൻ്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമോ? പ്രിയ സഹോദര സഹോദരി, നീ സംശയിക്കേണ്ട. ഇത് നിന്നോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയാണ്. പരിശുദ്ധാത്മാവാണ് പറയുന്നത്. നീ വിശ്വസിക്കുക, വാഗ്ദാനത്തിൽ വിശ്വസിക്കുക. നീ കർത്താവിൻ്റെ വഴിയിലായിരിക്കുക. നീ വചനത്തെ മുറുകെ പിടിക്കുക. നീ കർത്താവിൽ മാത്രം ശരണപ്പെടുക. അവിടെ തുറക്കാത്ത വഴി തുറക്കപ്പെടും. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. ഞാൻ എത്രയോ പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഈ വിധത്തിൽ കർത്താവിൻ്റെ പ്രവർത്തനം കണ്ടത സഹോദരങ്ങൾ. ഞാൻ മാത്രമല്ല, നിങ്ങൾ ഓരോരുത്തരും കണ്ടവരാണ്. ഇനി എന്തിനെ സംശയിക്കണേ? ഇനി എന്തിനെ സംശയിക്കണേ? നമ്മുടെ കുടുംബങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ വളരുന്ന കുടുംബങ്ങളാണെങ്കിൽ എന്തു വന്നാലും അത് പരിശുദ്ധാത്മാവ് നോക്കിക്കൊള്ളും. കർത്താവ് കൈകാര്യം ചെയ്തോളും. ഇത് മനസ്സിലാക്കണം. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ കുടുംബങ്ങൾ കർത്താവിനാൽ പണിയപ്പെടാൻ. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാകണം. പ്രാർത്ഥിക്കുന്ന ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് നശിക്കുന്നതിന് ഒരു പ്രധാന കാരണം പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. കുടുംബ പ്രാർത്ഥനയില്ല, നോ പ്രയർ. പകരം സീരിയലുകളും സിനിമകളും അതുപോലെ തന്നെ ഈ കോമഡി ഷോയും ഒന്നും വേണ്ട. ഇന്ന് അതൊക്കെ മാറി വേറെ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനെ TV കാണാറില്ല. അത്തരത്തിൽ ലോകത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ്സിലേക്ക് ഞാൻ പോകാറില്ല. ഞാൻ എൻ്റെ കുടുംബത്തോട് പറയുന്ന സ്വാതന്ത്ര്യത്തോടെ നിങ്ങളോട് പറയുന്നത്, എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ആനന്ദം കർത്താവിലായിരിക്കണം, കർത്താവിൻ്റെ വചനത്തിലായിരിക്കണം. ഈ ലോകത്തിന് വെറിക്കുത്തുകൾ കണ്ട് സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ. അതൊക്കെ വെറും നശ്വരമാണ്. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ തരുന്നൊരു ആനന്ദം, ഈ ആനന്ദത്തെ മറികടക്കാൻ ഈ ലോകത്തിൻ്റെ ഒരു നൈമിഷിക സന്തോഷത്തിനും പറ്റുകയില്ല. ഈ ആനന്ദം നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ ജീവിതങ്ങൾക്കും ജോയ് ജോയ് ജോയ്, ആത്മാവിൻ്റെ ആനന്ദം. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ,
കർത്താവിനാൽ പണിയപ്പെടുന്ന കുടുംബങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ആനന്ദത്തിൻ്റെ കുടുംബങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ദൈവിക സമാധാനത്തിൻ്റെ കുടുംബങ്ങളാണ്. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കുടുംബങ്ങളാണ്. ഹല്ലേലൂയ. ചിലക്കാട് സുവിശേഷം 3-ാം അധ്യായം 21-22 വചനങ്ങൾ. ആ വചനം പെട്ടെന്നൊന്ന് വായിച്ച്. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവൻ്റെ മേലിറങ്ങി വന്നു. സ്വർഗത്തിനൊരു സ്വരമുണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. സ്വർഗം തുറക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കപ്പെടും. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം ഉണ്ടാവും. അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനം ഉണ്ടാവും. ആ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെടും. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളാണ് കർത്താവിനാൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ. പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമുണ്ട്. അവിടെ കെട്ടുപൊട്ടും, ബന്ധനങ്ങൾ അടിയും, ശാപങ്ങൾ തകർന്നു പോകും, പൈശാചിക അരൂപികൾ ചിതറിപ്പോകും. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ കർത്താവിൻ്റെ കൃപ കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടും. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. നമ്മുടെ കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 19-20 വചനങ്ങൾ. എന്താണ് ഈശോ പറഞ്ഞത്? വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും. എന്തെന്നാൽ 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടി നടത്ത് അവരുടെ മധ്യേ ഞാനുണ്ടായിരിക്കും. നമ്മൾ കുടുംബമായി പ്രാർത്ഥിക്കണം. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ചിലർക്ക് അപൂർവം, ചിലർക്ക് ചിലപ്പോൾ ജോലിയുടെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മറ്റു കാര്യങ്ങൾ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 ദിനങ്ങളെങ്കിലും ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളെ തകർക്കാൻ ഒരു ശക്തിക്കും പറ്റുകയില്ല. ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക. കുടുംബനാഥന്മാരെ, നമ്മളൊക്കെ കുടുംബനാഥന്മാർ, നമ്മൾ ശ്രദ്ധിക്കണം. കുടുംബത്തിൻ്റെ നാഥൻ അപ്പൻ എന്ന നിലയിൽ വചനം പറയാണ് 2 സാമുവേൽ 6:20 അപ്പോൾ അതിനെ കുടുംബനാഥന്മാരൊക്കെ ഇത് ശ്രദ്ധിക്കണം. കുടുംബത്തിലെ അപ്പന്മാരെന്ത് ചെയ്യണം? തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ ദാവീദ് മടങ്ങിച്ചെന്നു. തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ. അപ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ച് കുടുംബനാഥന്മാർ തങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. തങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണം. കുടുംബത്തിൻ്റെ പ്രതിസന്ധികളിൽ, കുടുംബത്തിൻ്റെ തകർച്ചകളിൽ, കുടുംബത്തിൻ്റെ ഭാരങ്ങളിൽ കർത്താവിൻ്റെ നാമം വിളിക്കുക. അവിടെ കർത്താവ് ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. കർത്താവിൻ്റെ കൃപ നിന്നെ സഹായിക്കും. കുടുംബനാഥ, നിന്നെ കർത്താവിൻ്റെ കൃപ സഹായിക്കും. കർത്താവീത് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ മടങ്ങിച്ചെന്നു. അവൻ തൻ്റെ കുടുംബത്തിൻ്റെ നാഥനാണ്. അപ്പോൾ അപ്പന്മാരിത് ശ്രദ്ധിക്കണം. അമ്മമാരിത് ചെയ്യണം. 1 സാമുവേൽ 1:10, സാമുവേലിൻ്റെ 1-ാം പുസ്തകം 1:10 വചനം പഠിപ്പിക്കുകയാണ്. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹൃദയം നൊന്ത് കരഞ്ഞപ്പോൾ മക്കൾക്ക് വേണ്ടി എൻ്റെ അമ്മമാരെ നിങ്ങൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. അവർക്ക് ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടി മാത്രമല്ല, ഒരു ദൈവഭയത്തിൽ വളരാൻ, ഒരു പരിശുദ്ധാത്മാവിൽ നിറയാൻ, വിശുദ്ധിയിൽ ജീവിക്കാൻ, ഒരു വിശുദ്ധ തലമുറ നമുക്കുണ്ടാകാൻ, ഒരു അഭിഷേകം കൊണ്ട് നിറയപ്പെടാൻ, ഒരു കർത്താവിനോട് ചേർന്ന് ജീവിക്കാൻ, ഒരു കർത്താവിൻ്റെ മിഷണറിമാരാകാം. ഡോക്ടർമാരോ എഞ്ചിനീയർമാരോ അവർ ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ അവർ അടിസ്ഥാനപരമായി കർത്താവിൻ്റെ മിഷണറിയാണെന്നുള്ള ബോധ്യത്തിൽ അവർ നിറയാൻ. എൻ്റെ അമ്മമാരെ കണ്ണീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹൃദയം നൊന്ത് കരയണം. തലമുറകൾക്ക് വേണ്ടി കരയണം. കുടുംബത്തിന് വേണ്ടി കരയണം. നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കണം. അവിടെ അത്ഭുതങ്ങൾ നടക്കും. തകർച്ചകൾ ഉയർച്ചകളായി മാറും. പ്രതിസന്ധികൾ കൃപകളായി തീരും. അസാധ്യതകൾ സാധ്യതകളാകും. പ്രാർത്ഥനയുടെ മുൻപിൽ ഏത് പ്രതികൂലവും വഴിമാറിപ്പോകും. പ്രാർത്ഥനയിൽ എല്ലാം സാധ്യമാണ്. ഒന്നിച്ചു പ്രാർത്ഥിക്കും. അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പ്രാർത്ഥിക്കും. എത്ര കുടുംബങ്ങൾ നശിക്കുന്നു പ്രാർത്ഥനയില്ല. മക്കൾ ഗെയിം കളിച്ച് അവരല്ലെങ്കിൽ വിശ്വാസമില്ലാതെ പ്രാർത്ഥനയ്ക്ക് വരാതെ മുറിയിൽ അടച്ചിരുന്ന് കമ്പ്യൂട്ടറും ആ ഗെയിം ഈ ഗെയിം മറ്റു പലതും ചാറ്റിങ്ങും മ്ലേച്ഛതകളും പ്രണയക്കെണികളും എന്തൊക്കെയാണ് നടക്കുന്നത്. പബ്ലിക്കായിട്ട് പറയാൻ പറ്റാത്ത വിധത്തിൽ ഒരുപാട് മ്ലേച്ഛതകൾ നമ്മുടെ കുടുംബങ്ങളിൽ അരങ്ങേറുന്നുണ്ട്. സഹോദരങ്ങൾ, അനുതപിക്കണം. കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. കുടുംബങ്ങളുടെ രക്ഷയ്ക്കും വിമോചനത്തിനും വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും. നമുക്കതിനായി പ്രാർത്ഥിക്കാം. അതിനായിട്ട് ഒരുങ്ങാം. സ്നേഹത്തോടെ പങ്കുവെക്കുന്ന കുടുംബങ്ങൾ, പങ്കുവെക്കലിൻ്റെ കുടുംബങ്ങളായി
സ്നേഹത്തോടൊരു ഷെയറിങ്, കമ്മ്യൂണിക്കേഷൻ. മാതാപിതാക്കളും മക്കളും അവർ ഒരുമിച്ചിരുന്ന ഇടയ്ക്കൊക്കെ സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഭാര്യ ഭർത്താക്കന്മാർ പങ്കുവെക്കണം. ലോകകാര്യങ്ങളല്ല, നിങ്ങൾ കർത്താവിൻ്റെ വചനം പങ്കുവെക്കുക, നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവെക്കുക, നിങ്ങൾ ദർശനങ്ങൾ പങ്കുവെക്കുക, കുടുംബത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ, ആഗ്രഹങ്ങൾ പങ്കുവെക്കുക. അതിനെല്ലാം ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുക. ആ പങ്കുവെക്കുന്ന കാര്യങ്ങളിൽ അതെല്ലാം പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. ആത്മാവ് അതിന് അഭിഷേകം ചെയ്യുമ്പോൾ ആ പങ്കുവെക്കലുകൾ വലിയ കൃപകളായി മാറും. വലിയ കൃപകളായി മാറും. സ്നേഹത്തിൻ്റെ പങ്കുവെക്കൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനുള്ള വഴികൾ പരിശുദ്ധ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയായിരുന്നു. തുറന്നുള്ള ആരാധന ശുശ്രൂഷയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം, കണ്ണീരോടെ പ്രാർത്ഥിക്കണം. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളെ സന്ദർശിക്കുന്ന സമയം, നമ്മുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തുന്ന സമയം, നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിക്കുന്ന സമയം, നമ്മുടെ എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും പരിശുദ്ധ കുർബാന മൂലം ഉയർത്തി പ്രാർത്ഥിക്കണം. കർത്താവെ, നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ കൃപയുടെ കരങ്ങൾ കർത്താവെ ഈ കുടുംബങ്ങൾക്കായി നീട്ടിക്കൊടുക്കണമേ. കണ്ണീരോടെ ഇരിക്കുന്ന കുടുംബങ്ങൾ, വേദനിക്കുന്ന മക്കള്, പ്രതിസന്ധിയിലായിരിക്കുന്നവര്, ഒത്തിരി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ നൊമ്പരപ്പെടുന്നവര്, ഒരുപാട് സഹിക്കുന്ന മക്കള് ഈ കുടുംബങ്ങളിലുണ്ട്. കർത്താവെ, നീ കരുണ കാണിക്കണമേ, കൃപ ചൊരിയണമേ. കർത്താവെ, നിന്റെ പരിശുദ്ധ വചനം അയച്ച് ഈ കുടുംബങ്ങളെല്ലാം സുഖപ്പെടുത്തണമേ. Lord, heal Jesus, heal Jesus. കർത്താവെ, കരമുയർത്തി ഈ കുടുംബങ്ങളെല്ലാം ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണേ കർത്താവെ, അനോയിന്റ് ചെയ്യണ കർത്താവെ. നിന്റെ കൃപയുടെ ഭവനങ്ങളാക്കി മാറ്റണം, വചനത്തിന്റെ കുടുംബങ്ങളാക്കി മാറ്റണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരെയും അനുഗ്രഹിക്കണം.